എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 insights, spiritual practice, be candid, splendor, acceptance, courage. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഈ ഒരു മാസം വളരെയധികം ഒരു മറ്റൊരു തലത്തിൽ, അതായത് ആത്മീയ കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ, ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വപ്നങ്ങൾ, നമ്മൾ സ്വപ്നത്തിലൂടെ പല കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അതായത് നമ്മൾ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവർ നമ്മൾ പറയാതെ മരിച്ചു പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ കാരണവന്മാർ ഒക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പലതും നിങ്ങൾക്കറിയാതെ പോയിട്ടുള്ള പല കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, ജീവിതത്തിൽ മുന്നോട്ടേക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടുന്ന പല കാര്യങ്ങൾ സ്വപ്നങ്ങളിലൂടെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മരിച്ചു പോയിട്ടുള്ള ആളുകൾ സ്വപ്നം കാണുന്നുണ്ടാവും, അവരുമായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നുണ്ടാവും, അവരുമായിട്ടുള്ള സംസാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്താണ് എന്നുള്ളത്. അത് നിങ്ങളിലേക്ക് ഒരു പക്ഷേ അവർ പല കാര്യങ്ങളും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും, മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതൊരു തരത്തിലൊരു ഡിവൈൻ വിസ്പർ എന്ന് നമുക്ക്, അതായത് ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ആ ഒരു നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, അതായത് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ മുന്നേറാനുള്ള പല പല പ്രധാനപ്പെട്ട സന്ദേശങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് പലതും നിങ്ങളിലേക്ക് ആ ഒരു പ്രപഞ്ച ശക്തി എത്തിക്കുന്ന പല കാര്യങ്ങളിലായിരിക്കും. മുൻകൂട്ടി പല കാര്യങ്ങളിലും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് പലരും ഇൻഡ്യൂറ്റി, അതായത് നിങ്ങളുടെ അവബോധ മനസ്സ് നിങ്ങൾക്ക് പലതും കാണിച്ചു തരുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് കാണുന്നത്, നിങ്ങളുടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വളരെയധികം വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പോകുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ടാവും അത് വേണ്ട, അല്ലെങ്കിൽ അത് ആ വഴി പോകണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ അതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന യോഗ കാര്യങ്ങൾ, കോൺസെൻട്രേഷന് വേണ്ടിയിട്ട്, ഫോക്കസിന് വേണ്ടിയിട്ടുള്ള യോഗ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഒരു വഴികാട്ടിയായിരിക്കും ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവിൽ വളരെയധികം ഇൻസൈറ്റ്, സ്പിരിച്വൽ പ്രാക്ടീസ്, ബി കാൻഡിഡ്, ഈ ഒരു അതായത് തോട്ട് ചക്ര, അതേപോലെ തേർഡ് ഐ ചക്രയാണ്, സ്പിരിച്വൽ പ്രാക്ടീസാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഒത്തിരി പ്രായമായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഗാർഹിക ജീവിതത്തിൽ നിന്ന് മാറി, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ അതായത് സന്യാസം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ ചില ആളുകൾ ആശ്രമത്തിലേക്ക് തന്നെ പോകുന്നതായിട്ടുള്ളൊരു സൂചന കാണിക്കുന്നുണ്ട്. ഇത് പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ആയിരിക്കണമെന്നില്ല. ചില ആളുകൾ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ ചില ആളുകൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അവരിലുണ്ടാകുക, അത് മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ വിവാഹം അതുപോലുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത ആത്മീയതയിലേക്ക് പോകുന്ന ആളുകളും, പ്രായത്തിനനുസരിച്ചിട്ടല്ലാതെ വരുന്നതെങ്കിൽ കൂടുതലും പ്രായമായിട്ടുള്ള ആളുകളിലാണ്. എന്നിരുന്നാലും ഓരോരുത്തരും അവരവരുടെ ഇതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്പിരിച്വലി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നതുകൊണ്ട് കുടുംബജീവിതം വിട്ടിട്ട് എല്ലാവരും ബുദ്ധനായി മാറുന്നു എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. പലരും ആത്മീയ കാര്യങ്ങളിൽ മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് കുടുംബം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള നെഗറ്റീവ് എനർജി, നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറുന്നതായിരിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള ആ സെൽഫ് ഡൗട്ട് മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ടൊരു സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ വളരെ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പലയിടത്തു നിന്ന് ഇൻസ്പിറേഷൻ എത്തുന്നുണ്ട്, മോട്ടിവേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്.
വളരെയധികം ദേഷ്യമൊക്കെ വരുന്ന വ്യക്തിയാണെങ്കിൽ അവർ വളരെ ശാന്ത സ്വഭാവത്തിലേക്ക് മാറുന്നതായിട്ടും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം എക്സ്പ്രസീവ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ നല്ല സംസാരപ്രിയരായിരിക്കും. പക്ഷേ സംസാരം എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ ടോക്ക്, അതായത് മറ്റുള്ളവരെക്കുറിച്ച് ഗോസിപ്പോ അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, വളരെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, കൾച്ചറിനെ കുറിച്ച്, ട്രഡീഷനെ കുറിച്ചിട്ട്, ചടങ്ങുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ആത്മീയതയെക്കുറിച്ച്, ദൈവികതയെക്കുറിച്ചിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നതായിട്ട് ചില ആളുകൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിലും അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തെ കവിഞ്ഞിട്ടുള്ള ഒരു പക്വതയോ ഒക്കെ കാണിക്കുന്നു. പലരിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ബഹുമാനം ലഭിക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ പ്രായത്തിൽ മുതിർന്ന ആളുകളിൽ നിന്ന് വരെ ആ ഒരു ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സൂചന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ആദരവ് പിടിച്ചു പറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതൊരു ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ഒരു സ്പിരിച്വൽ ഗുരു എന്നുള്ള രീതിയിൽ പലരും നിങ്ങളെ കാണാം. അതായത് നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങളുടെ വാക്കുകളും വളരെ പറയുന്ന കാര്യങ്ങൾക്ക് സത്യമായിട്ട് ഭവിക്കുന്നു എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പലരും നിങ്ങളെ വളരെ ആദരവോട് കൂടിയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഭക്തിസാന്ദ്രമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സഭ്യമായിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ, വളരെ അതായത് പോസിറ്റീവായിട്ടുള്ള രീതിയിലും ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം പക്വത പാലിക്കുന്നതായിരിക്കും. ഏത് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിവ് ഉണ്ട്. മറ്റുള്ളവർ മീഡിയേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനീസ് തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്ന അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ, ഇപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീഗൽ അഡ്വൈസർ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. സ്പ്ലെൻഡർ ജോലി സംബന്ധമായിട്ട് കരിയറിലും ഫിനാൻസിലും ഒക്കെ വളരെ ഉയർന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ആയിരുന്നു ഇതുവരെ നിങ്ങൾക്കെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. അതായത് നമ്മൾ എന്തായാലും നമ്മൾ ഏത് ലെവലിലും നമ്മൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താം, നമുക്കൊരു ലിമിറ്റും ഇല്ല എന്നുള്ളൊരു പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് പോകുന്ന സമയമായതുകൊണ്ട് ജോലിയിലൊക്കെ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആ ഒരു കഴിവ്, ആ ഒരു ചാലഞ്ച് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ജോലിയിൽ മുന്നേറുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് അങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അങ്ങനെയുള്ള പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സാധാരണ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിൽ വിശ്വസിക്കുന്നില്ലാതെ കുറച്ചുകൂടി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനേക്കാൾ ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടാവാം. അതെല്ലാവരും സമ്മതിച്ച് തരണമെന്നില്ല. കാരണം ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യവും ചില പ്രാസംഗികരാണ് അല്ലെങ്കിൽ പൊതുവേദികളിൽ സംസാരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെയധികം കയ്യടി നേടുന്ന സാഹചര്യമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇപ്പോൾ ആവശ്യമുള്ള തലത്തിലെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുന്ന തരത്തിലുള്ള ജോലിയിലൊക്കെ ആണെങ്കിൽ വളരെയധികം റെസ്പെക്റ്റ് കിട്ടുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കറേജ്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നുണ്ട്. US കാനഡിയൻ സിറ്റിസൺഷിപ്പ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ആവാം, ഗ്രീൻ കാർഡ് അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പെർമനൻറ്റ് റെസിഡൻസി പോലുള്ള കാര്യങ്ങളും ഒക്കെ സാധ്യമാകുന്ന ഒരു സമയമാണ്. ഒത്തിരി ലൈഫ് ഒന്ന് ബാലൻസ്ഡ് ആവുന്നു, ഒന്ന് സ്റ്റേബിൾ ആവുന്നു, ജീവിതം സുരക്ഷിതമാവുന്ന ഒരു സമയമാണ്. ചില ആളുകൾക്ക് നിങ്ങൾ വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ വീടുള്ളവർ വീട് വിറ്റിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് മാറുന്നതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത്. പൊതുവിൽ ഈ ഒരു വർഷം നിങ്ങൾക്കൊരു ഈ ഒരു മാസം
എന്ന് പറയുന്നത് അടുത്ത വർഷം തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ളൊരു ഈ ഒരു വർഷം നല്ല രീതിയിൽ അവസാനിച്ച് പുതിയൊരു തുടക്കമാണ് എല്ലാ അർത്ഥത്തിലും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.